+1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള +1 റിലേറ്റഡ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് ആർക്കൊക്കെയാണ് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും, അതായത് നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് സീറ്റ് കിട്ടിയില്ല, അങ്ങനത്തെ ഉള്ള ആളുകൾ, ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും, ഇതുവരെ നിങ്ങൾ അലോട്ട്മെന്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ആളുകൾക്കാണ് 2026 ജൂലൈ 13 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റും. ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റാത്തത്? ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടി കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതായത് ജനറൽ, കമ്മ്യൂണിറ്റി, മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ട, അങ്ങനെ ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ അലോട്ട്മെന്റ് കിട്ടിയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കിട്ടിയ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത ആളുകൾക്കും സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി ഏതെങ്കിലും കോട്ടയിൽ ജോയിൻ ചെയ്തിട്ട് TC വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കൊക്കെ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ? ഇതുവരെ ഒരു അലോട്ട്മെന്റിലും സീറ്റ് കിട്ടാത്തവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. 2026 ജൂലൈ 13 രാവിലെ 10 മണി മുതൽ അപ്ലൈ ചെയ്യാം. ഇനി ശ്രദ്ധിക്കണേ, അതായത് ഈ സമയത്ത്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ, അതായത് 3 അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് സമയത്ത് എന്തെങ്കിലും തെറ്റായ വിവരം നൽകി, ഇല്ലാത്ത ക്ലബിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ JRC ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ആളുകൾക്ക് ആ തെറ്റ് തിരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപേക്ഷകളിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തൽ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട്, നിങ്ങൾ തെറ്റായ എന്തെങ്കിലും വിവരം നൽകിയിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക? നിങ്ങൾ HSCAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളുടെ സ്കൂൾ വൈസ് വേക്കൻസീസ് നോക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, സ്കൂൾ വൈസ് വേക്കൻസീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ജില്ല കാണും. നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. ഓരോ ജില്ലയിലും ഏതൊക്കെ സ്കൂളിൽ സീറ്റുകൾ ഒഴിവുണ്ട്, ജനറൽ കാറ്റഗറി ഏതൊക്കെയാണ്, അതേപോലെ ഈ മുസ്ലിം കാറ്റഗറി, SC ST, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഒഴിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്കൂളിലെയും ഒഴിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഒഴിവുകൾ ഉണ്ട്, ഇഷ്ടംപോലെ ഒഴിവുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് 3 രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, മുഖ്യ അലോട്ട്മെന്റ് അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ. ശ്രദ്ധിക്കണം, നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് സീറ്റ് കിട്ടാത്തവർ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്തുണ്ട്, നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യണം. അതായത് ഇതുവരെ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ടും സീറ്റ് കിട്ടാത്ത ആളുകൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചിട്ട് അവിടെ എന്തുണ്ടാവും, റിന്യൂ ആപ്ലിക്കേഷൻ ഒരു കാര്യം ഉണ്ടാവും. ആ റിന്യൂ ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ലയിൽ ഏതൊക്കെ സ്കൂളിലാണോ സീറ്റ് ഒഴിവുള്ളത് ആ ഒഴിവുള്ള സീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് അവിടെ കറക്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിസ്റ്റ് ഇങ്ങനെ തരും കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഗവൺമെന്റ് ഗണപതി ഗേൾസ് ചാലപ്പുറാണ്. അപ്പോൾ ആ ചാലപ്പുറം ഗണപതി ഗേൾസിൽ എന്തുണ്ട്, സയൻസിന് ജനറൽ കാറ്റഗറിയിൽ 11 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് നോക്കുക, ഏതൊക്കെ കോഴ്സിന് അവിടെ എന്തൊക്കെ ഒഴിവുകളാണ് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുന്നു, സ്കൂൾ സെലക്ട് ചെയ്യുന്നു, ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിന് എന്തൊക്കെ ഒഴിവുകളാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയ സ്കൂളിൽ ഓക്കെ ആയ കോഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂൾ വൈസ് ലിസ്റ്റ് എന്ത് ചെയ്യണം, സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സ്കൂൾ വൈസ് വേക്കൻസീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സ്കൂൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സ്കൂളുകൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിട്ടും സീറ്റ് കിട്ടാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്താ, റിന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ ഓപ്ഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം, ഇവിടെ എന്തുണ്ട്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. അപ്പം ഇതുവരെ അപ്ലൈ ചെയ്ത് സീറ്റ് കിട്ടാത്തവർ എന്താ ചെയ്യേണ്ടത്, കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എന്ത് ചെയ്യണം, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കാം. ഇനി ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണേ, തെറ്റായ വിവരങ്ങൾ അപേക്ഷ ഉൾപ്പെട്ടതിനാൽ അപേക്ഷ ലഭിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തിട്ട് റിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് അപേക്ഷയിലെ
പിഴവുകൾ തിരുത്തുക. നിങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുത്തത് കാരണം അല്ലേ, പലപ്പോഴും നിങ്ങൾ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റായി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായി ടിക്കറ്റ് ഇട്ടോ, അങ്ങനെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ കൊടുത്തത് കാരണം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് പുറത്തായ ഒരാളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് റിന്യൂ അപ്ലിക്കേഷൻ തന്നെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തെറ്റുകൾ തിരുത്തിയിട്ട് സ്കൂൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ HSCAPന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സ്കൂളുകൾ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സപ്ലിമെന്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുള്ള സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് അല്ലേ, നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ സ്കൂളിലെ ഒഴിവുകൾ കിട്ടും. ആ ഒഴിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒഴിവുള്ള സ്കൂളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ എന്തുണ്ട്, പിന്നെ ഇവിടെ പോയി സ്കൂൾ വൈസ് വേക്കൻസി സെലക്ട് ചെയ്താൽ, നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഒഴിവുള്ള സ്കൂളുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒഴിവുള്ള സ്കൂളുകളിൽ ഒഴിവുള്ള സീറ്റിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം? 2026 ജൂലൈ 15 വൈകിട്ട് 5 മണി, അതായത് ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് എന്തുള്ളത്, അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണേ, 2026 ജൂലൈ 15 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2026 ജൂലൈ 15 വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതേപോലെ ജില്ല സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ജില്ലയിലും ഒഴിവുള്ള സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒഴിവുള്ള സീറ്റുകൾക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. അതായത് നിങ്ങളുടെ സ്കൂൾ നോക്കുക, നിങ്ങളുടെ അടുത്തുള്ള സ്കൂള് നിങ്ങൾക്ക് ഓക്കെ ഉള്ള കോമ്പിനേഷൻസ് ആണോ, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒഴിവുള്ള സ്കൂളുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള +1 അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.